അതെ, ഞാൻ രക്ഷപ്പെടാൻ നോക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ 8,000 രൂപ ശമ്പളം വാങ്ങുന്നത്, പക്ഷെ എനിക്ക് കിട്ടുന്ന 4,000 രൂപ. അതെന്തുകൊണ്ടാ? ഇവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് 1,00,000 രൂപ കുറവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് കണ്ണു നനച്ചുകൊണ്ട് എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് കടം വാങ്ങിച്ചു തന്നുകൊണ്ട് മാസം 4,000 വെച്ച് പിടിക്കുക അതിലേക്ക്. അതൊക്കെ ഈ തോന്നിയവാസിയുടെ താന്തോന്നിത്തരമാണല്ലോ, അല്ലേ മാ? നിനക്കൊക്കെ ഞാൻ ചീപ്പാണല്ലേ? ഇടാ, 10ാം ക്ലാസ്സിൽ തോറ്റ് നീ പഠിപ്പ് നിർത്തി തെണ്ടാൻ ഇറങ്ങിയപ്പോ സ്വന്തം റിസ്കിൽ ലോൺ എടുത്ത് വീഡിയോ ക്യാമറയും മിക്സിംഗ് യൂണിറ്റും കോപ്പും ഒക്കെ ഉണ്ടാക്കി തന്നത് ഈ ചേട്ടൻ ചീപ്പായതുകൊണ്ടാണ്. എന്നിട്ട് അതിൽ നിന്നൊരു ചില്ലി കാശിന്റെ ഉപകാരം ഇതുവരെ ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടോ? കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കും, വാങ്ങുന്നവരെന്നും വാങ്ങിച്ചോണ്ടിരിക്കും. അതാ അതിന്റെ രീതി. കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല. അതെനിക്ക് ഇഷ്ടമല്ല. എന്തായാലും എന്നെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. ഈ പൊക്കത്തിലും വണ്ണത്തിലും വളർന്ന് എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. അതിലിടപെടാൻ ആരും വരണ്ട.